ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ അടക്കുവാനുള്ള സമയമായിരുന്നു. ഞങ്ങൾ ഹോട്ടൽ ക്ലീൻ ചെയ്തു പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കൗണ്ടറിൽ നിന്നും ലാൻഡ് ഫോൺ റിംഗ് ചെയ്തു. അന്ന് കൗണ്ടറിൽ ഇരുന്നത് ഞാൻ ആയതുകൊണ്ട് ഫോൺ എടുക്കുവാനായി അകത്തേക്ക് കയറി. ഫോൺ എടുത്തു സംസാരിച്ചപ്പോൾ അപ്പുറത്തുനിന്നും മറുപടിയൊന്നും വന്നില്ല. ഞാൻ ഫോൺ കട്ട് ചെയ്തു പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഫോൺ റിംഗ് ചെയ്തു. ഫോൺ ചെയ്യുന്ന ആളെ ചീത്ത വിളിച്ചുകൊണ്ട് വീണ്ടും അകത്തേക്ക് കയറി ഫോൺ അറ്റൻഡ് ചെയ്തു. വീണ്ടും മറുപടിയൊന്നും വന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും ഫോൺ റിംഗ് ചെയ്തു. എന്റെ കൂടെ ജോലി ചെയ്യുന്നവർ പറഞ്ഞു ഫോണെടുത്ത് തെറി വിളിക്കാൻ. എനിക്കും അപ്പോൾ അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാൻ ഫോൺ എടുത്തു ചീത്ത പറയാൻ തുടങ്ങുമ്പോഴേക്കും അപ്പുറത്തുനിന്നും ഒരു വയസ്സായ സ്ത്രീയുടെ ശബ്ദം കേട്ടു. നേരിയ ശബ്ദത്തിൽ അവർ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ദേഷ്യം തോന്നിയത്. ഞങ്ങൾ പണികൾ എല്ലാം തീർത്ത് ഹോട്ടൽ ക്ലീൻ ചെയ്ത് വീട്ടിലേക്ക് പോകുവാനായി ഇറങ്ങിയതായിരുന്നു. ഇപ്പോൾ മസാല ദോശ ഉണ്ടാക്കാൻ കുക്കിനോട് പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടും. എന്തായാലും ഞാൻ കുക്കിനോട് കാര്യം അവതരിപ്പിച്ചു. കരുതിയത് പോലെ തന്നെ അവൻ അത് നിരസിച്ചു. അവന് വേഗം വീട്ടിലെത്തണമായിരുന്നു. പക്ഷേ ഈ സമയമായതുകൊണ്ട് ടിപ്പ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല നാളെ ബോസ് ഇത് അറിഞ്ഞാൽ ഹാപ്പിയാക്കും. എന്തായാലും ഞാൻ ഡെലിവറി അഡ്രസ് കുറിച്ചെടുത്തു. അവരെ പറഞ്ഞയച്ച് ദോശ ഉണ്ടാക്കുവാനായി കിച്ചണിലേക്ക് കയറി. ഇന്നത്തെ ദോശയുടെ ബാക്കി മാവും മസാലയും ഞങ്ങൾ എടുത്തു ഫ്രിഡ്ജിൽ വെക്കും. രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിക്കാൻ അതെടുത്ത് ദോശ ഉണ്ടാക്കുവാൻ തുടങ്ങി. ഈ സമയമായതുകൊണ്ടും ഒരു വയസ്സായ സ്ത്രീ ആയതുകൊണ്ടും ടേസ്റ്റ് ഒന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. വിശന്നു വലഞ്ഞു ഇരിക്കുകയായിരിക്കും. ദോശ റെഡിയാക്കി ഹോട്ടലടിച്ചു ഞാൻ ഡെലിവറിക്കായി പുറത്തേക്ക് ഇറങ്ങി. ഏകദേശം 10 കിലോമീറ്ററുണ്ട് തന്ന അഡ്രസ്സിലേക്ക്. തന്ന അടയാളങ്ങൾ വച്ചു വീട്ട് കണ്ടെത്തി. സമയം പാതിരാത്രി കഴിഞ്ഞിരുന്നു. സാരമില്ല, ബോസ് വിളിച്ചിരുന്നു. നാളെ ലേറ്റ് ആയി എത്തിയാൽ മതി എന്നു പറഞ്ഞു. ഗേറ്റിലൂടെ അകത്തേക്ക് നോക്കിയപ്പോൾ മുഴുവനായും ഇരുട്ടായിരുന്നു. വീട്ടിന്റെ അകത്തോ പുറത്തോ ലൈറ്റ് ഒന്നും തന്നെയില്ല. എനിക്ക് ചെറുതായി പേടി വന്നു തുടങ്ങി. എന്തായാലും ഗേറ്റ് തുറന്ന് ഞാൻ വണ്ടി അകത്തേക്ക് എടുത്തു. എന്റെ വണ്ടിയുടെ വെളിച്ചത്തിൽ കോളിംഗ് ബെൽ കണ്ടെത്തി അതിൽ അമർത്തി. അകത്തുനിന്നും ശബ്ദമോ ലൈറ്റോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എനിക്ക് അഡ്രസ് മാറിപ്പോയോ എന്ന് തോന്നി. ഞാൻ കോളിംഗ് ബെൽ പിന്നെയും അമർത്തി. അകത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഒരുപാട് തവണ ബെല്ലിൽ അടിച്ചു. ഒരു പ്രതികരണവും ഇല്ലാതായപ്പോൾ വീട്ടിനു ചുറ്റും ഒന്നു നോക്കി. എന്റെ ഉള്ളിലെ ഭയം വർദ്ധിച്ചു വന്നു. അപ്പോഴാണ് ഒരു ജനൽ തുറന്നിരിക്കുന്നത് ശ്രദ്ധിച്ചത്. എന്തായാലും ജനാലയിൽ കൂട്ടി അകത്തേക്ക് ഒന്ന് നോക്കാം എന്ന് കരുതി. അടുത്തെത്തിയപ്പോൾ ജനാലയുടെ അടുത്ത് ഒരു രൂപം പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. പെട്ടെന്നത് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു നിലവിളിച്ചു. അപ്പോഴും ആ രൂപം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പതിയെ അടുത്തേക്ക് ചെന്നു. ഒരു വയസ്സായ സ്ത്രീ എന്നെ നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതു വാങ്ങി ഇതിന്റെ ക്യാഷ് തരൂ. എനിക്ക് വേഗം പോണം. അവർ ഒരു പ്രതികരണവും ഇല്ലാതെ നിൽക്കുകയാണ്. മുഖത്ത് ഒരു ഭാവവുമില്ല. എന്റെ ഉള്ളിലെ ഭയവും ദേഷ്യവും എല്ലാം കൂടെ പുറത്തേക്ക് വന്നു. ഞാനവരോട് കുറച്ച് ഉച്ചത്തിൽ സംസാരിച്ചു. ഇത് വേണമെങ്കിൽ വാങ്ങൂ, എനിക്ക് പോണം. ആ സമയം ആ പറമ്പ് മൊത്തം ഒരു പ്രത്യേകതരം കാറ്റടിച്ചു. എന്റെ പിറകിൽ ആരോ നിൽക്കുന്നതുപോലെ എനിക്ക് തോന്നി. അപ്പോഴാ സ്ത്രീ ആവേശത്തോടെ പൊട്ടിച്ചിരിച്ചു. അവരുടെ മുഖഭാവം കണ്ടു ഞാനാകെ മരവിച്ചു പോയി. ഒരു നിമിഷം കൊണ്ട് എന്റെ ജീവിതം ഇപ്പോ അവസാനിക്കാൻ പോകുകയാണെന്ന് എനിക്ക് തോന്നി. കുറച്ചു സമയത്തേക്ക് കൈകളും കാലുകളും അനക്കാൻ പറ്റിയില്ല. മനസ്സിൽ അമ്മയുടെയും വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും മുഖങ്ങൾ മാറി മാറി വന്നു. ഞാൻ അവരോട് വിട പറയാൻ പോകുന്നതുപോലെ എനിക്ക് തോന്നി. ഞാൻ വരുന്നതു വരട്ടെ എന്ന് കരുതി പിറകിലോട്ട് തിരിഞ്ഞു. അവിടെ ആരെയും കണ്ടില്ല. ആ സ്ത്രീ അപ്പോഴും ചിരിക്കുകയായിരുന്നു. കയ്യിലുള്ള ഭക്ഷണപ്പൊതി വലിച്ചെറിഞ്ഞുകൊണ്ട് വണ്ടിയുടെ അടുത്തേക്ക് ഓട്ടി. ബൈക്ക് അപ്പോഴും ഓണായതുകൊണ്ട് വേഗമതിൽ കയറി പോകാൻ ഒരുങ്ങി. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ ഞാൻ ഒന്നൂടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. ആ വയസ്സായ സ്ത്രീ എന്റെ വണ്ടിയുടെ തൊട്ടു പിറകിൽ ഉണ്ടായിരുന്നു. അവരുടെ പിന്നിലായി വേറെ ഒരു നിഴലും ഞാൻ കണ്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. വേഗം സിറ്റിയിലോട്ട് വണ്ടി ഓടിച്ചുവിട്ടു. സിറ്റി എത്തുന്നത് വരെ ഞാൻ പിറകിലോട്ട് തിരിഞ്ഞു നോക്കിയില്ല.